ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ബീച്ചനഹള്ളി എന്ന ഒരു ചെറു ഗ്രാമത്തിലാണ്. ഇത് കബനി ഡാമിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ചുറ്റുവട്ടത്തും താമസിക്കുന്നത്. പുറത്തു നിന്നുള്ള ആൾക്കാരില്ല എന്നല്ല, എങ്കിലും കൂടുതലും അവരാണ് ഇവിടെ താമസിക്കുന്നത്, അവരുടെ ക്വാർട്ടേഴ്സ്, അവരുടെ സ്റ്റാഫുകൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ബീച്ചനഹള്ളി എന്ന ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഇവിടെയാണ് കേട്ടോ, ഈ ബീച്ചനഹള്ളി എന്ന ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ ഈ ഒരു ഡാമിൻ്റെ പരിസരത്തായിട്ട് ഒരു ചെറിയ റൂം കിട്ടി. ചെറിയ റൂമല്ല, അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. ദേവ റൂംസ്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് വരുന്ന സമയത്ത് യാദൃശ്യമായി കണ്ടതാണ് ഈ ദേവ റൂംസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കന്നഡ അത്ര അറിയില്ലല്ലോ. ഇവിടെ വന്ന കന്നഡയിൽ ഒരു ചേച്ചിയുണ്ട്. ഇവിടെ ആ ചേച്ചിയോട് നമ്മൾ കന്നഡത്തിൽ റൂമിന് എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി ഇങ്ങോട്ട് ചോദിക്കുക നിങ്ങൾ മലയാളികളാണെന്ന്. അതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെ പിന്നെ ചേച്ചിയൊക്കെ ആയിട്ട് സംസാരിച്ച് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ റൂം കിട്ടി. അങ്ങനെ ഇവിടെ താമസിക്കുകയാണ് ഉണ്ടായത്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡാമിൻ്റെ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാൻഡ് പോസ്റ്റൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ദേവ റൂംസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നമ്പർ കിട്ടും. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ കഴിയുന്നതാണ്. മലയാളികളായതുകൊണ്ട് തന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണം നമുക്ക് ദോശയും സാമ്പാറും കിട്ടി. നല്ല ദോശയും സാമ്പാറൊക്കെ ആയിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് നമ്മളിനി ഇവിടെ നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇനി ഗുണ്ടൽപേട്ട് ഭാഗത്തേക്കാണ്. പിന്നെ പോകുന്ന വഴിയിൽ ഒരു ചെറിയ കാടൊക്കെ കടന്നു പോകാനുണ്ട്. പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മുടെ ഗുണ്ടൽപേട്ടിലേക്കുള്ള യാത്ര നമ്മൾ തുടരുന്നതായിരിക്കും. റഹീമാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റഹീമിനോടൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. നമ്മളങ്ങനെ ബീച്ചനഹള്ളി ഡാം അല്ലെങ്കിൽ കബനി ഡാം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ഭാഗത്തായിട്ട് ഡാമിൻ്റെ റിസർവെയർ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്തായിട്ട് ധാരാളം കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. കൂടുതലും വീടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളായിരിക്കണം. എന്തായാലും വീടുകളും അതോടൊപ്പം തന്നെ വലിയ വലിയ കെട്ടിടങ്ങളും പല സ്ഥലങ്ങളിലും പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. നിലവിൽ ഈ ഒരു ഭാഗം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ നമുക്ക് ആൾക്കാരെ ഒന്നും കാണാൻ കഴിയില്ല. പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുക. എന്തായാലും അതൊക്കെ കണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണെങ്കിലും മനോഹരമായി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഡാമിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്ത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി മനോഹരമായി കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചപ്പാത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ താഴ്ന്ന ഒരു പ്രദേശം. ഒരു ഭാഗത്തായിട്ട് ഇവിടെ പുതിയതായിട്ട് പാലം നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ബീച്ചനഹള്ളി ഡാമിൻ്റെ ഷട്ടറുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് ഷട്ടർ തുറക്കുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ മുകളിലൂടെ, ഈ ചപ്പാത്തിൻ്റെ മുകളിലൂടെ എപ്പോഴും വെള്ളം ഒഴുകി പോകുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇവിടെയുള്ള തദ്ദേശികൾക്ക് അക്കരെ ഇക്കരെ പോയി വരാൻ സാധിക്കാത്തത് കൊണ്ടാവണം അവരെന്തായാലും പുതിയൊരു പാലം അവർ നിർമ്മിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ കവലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ജീപ്പുകളും അതോടൊപ്പം തന്നെ നേരെ ഒരു വഴി കാണാം, ഇടത്തോട്ടുള്ള ഒരു വഴിയും കാണാം. ഇടത്തോട്ടുള്ള വഴിയാണ് നമ്മൾ പോകുന്നത്. നേരെയുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് വന്ന വഴിയാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഗ്രാമം എന്ന് പറയുന്നത് ഗണ്ടത്തൂരാണ്. ഗണ്ടത്തൂരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നത്. അപ്പോൾ ആ ഒരു വഴിയാണ് നേരെ പോകുന്നത്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇടത്ത് തിരിഞ്ഞ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുണ്ടൽപേട്ട് ഭാഗത്തേക്കാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ആ ഒരു കവലയിൽ എത്തിയപ്പോഴത്തേനും ശ്രദ്ധിച്ച ഒരു കാര്യം, ഒന്ന് രണ്ട് പഴയ ജീപ്പുകൾ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലത്തെ ജീപ്പുകളൊന്നും ഇപ്പോൾ കാണാൻ കഴിയില്ല. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് നമ്മൾ പാറശാല, കളിയിക്കാവള, അതോടൊപ്പം തന്നെ കാഞ്ഞിരംകുളം, നെയ്യാറ്റിൻകര ആ ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ജീപ്പുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിലേക്കൊന്നും അങ്ങനത്തെ ജീപ്പുകൾ ഇപ്പോൾ ഇല്ല. ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് വർഷം പഴക്കമുള്ള ജീപ്പാണ്. ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തപ്പോഴും നമുക്ക് അങ്ങനത്തെ ജീപ്പുകൾ കാണാൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു പഴയ ജീപ്പ്, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ. എന്താണെന്നുള്ളത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിലും ധാരാളം കൃഷിയിടങ്ങളാണ് കാണുന്നത്. പലതരത്തിലുള്ള കൃഷികൾ അവർ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ യാത്രയിലൊക്കെ നമ്മൾ പല കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി കൃഷിക്കാരോടൊക്കെ സംസാരിച്ച് കൃഷികളെക്കുറിച്ചൊക്കെ നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
കർണാടക ഗ്രാമത്തിൽ പലതരം കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. അതിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ധാരാളം കൃഷികൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഗ്രാമത്തിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ടുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. പോകുന്ന വഴിയിൽ എന്തായാലും 1-2 ഗ്രാമങ്ങളിലൊക്കെ കയറി ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് പോകട്ടെ. കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ഈ വഴിയിലൊക്കെ നമ്മൾ കണ്ട കൃഷികളൊക്കെ തന്നെയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നിർത്തി ആ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അങ്ങനെ എന്തായാലും നമ്മൾ രാവിലെ യാത്ര ചെയ്ത് അത്യാവശ്യം കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മളൊരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതൊരു അവസാനത്തെ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ഗ്രാമം എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അപ്പുറത്തിന് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ ബോർഡോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദം നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഗ്രാമം, ഈ മലയോട് ചേർന്നുള്ള ഈ അവസാനത്തെ ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലം കൊത്തേഗാല എന്ന സ്ഥലത്ത് ജയ്നഗറു എന്നൊരു ഗ്രാമമാണ്. പ്രൊണൗൺസിയേഷനൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ പേരൊക്കെ ചിലപ്പം നമ്മൾ പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. എൻ്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റാകാനും സാധ്യതയുണ്ട്. എന്തായാലും അവർ പറഞ്ഞ് കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലപ്പേര് പറഞ്ഞത്, നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു പേര്. അപ്പോൾ എന്തായാലും ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഇതിപ്പം ഒരു കാർഷിക ഗ്രാമമാണ്. നമുക്കറിയാം കേരളം കഴിഞ്ഞ് ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും എപ്പോഴും ഞാൻ പറയുന്ന പോലെ എല്ലായിടത്തും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക കൃഷി തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് മഞ്ഞളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞൾ ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി ചെയ്യുക മാത്രമല്ല, അതിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഇരുന്ന് അത് വിളവെടുത്ത് അതിനെ നല്ല രീതിയിൽ ഒരു സൈഡിലേക്ക് ക്ലിയർ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൺവെട്ടി ഉപയോഗിച്ചിട്ട് അതിങ്ങനെ കുത്തിയിളക്കി മഞ്ഞൾ എടുക്കുന്നു. സ്ത്രീകൾ എന്താ ചെയ്യുക, അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയാക്കിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൂട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ചാക്കിൽ നിറച്ച് ഒന്നെങ്കിൽ മാർക്കറ്റിലേക്ക് പോകും, അതല്ലെങ്കിൽ ഇവിടെ വന്ന് ഏജൻറ്റുമാർ ആരെങ്കിലും കളക്ട് ചെയ്തിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് മഞ്ഞളാണ്. മഞ്ഞൾ മാത്രമല്ല, ഒരു ഭാഗത്ത് റാഗി കൃഷി ചെയ്തിട്ടുണ്ട്. റാഗിയെക്കുറിച്ച് പറയുമ്പോഴത്തേനും ഈ കർണാടകയുടെ ഏറ്റവും അവരുടെ തനതായിട്ടുള്ളൊരു ഫുഡെന്ന് പറയുന്നതാണ് മുദ്ദ. അപ്പോൾ അതിന് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് റാഗിയാണ്. അതുകൊണ്ട് റാഗി പുട്ടുണ്ടാക്കാറുണ്ട്. റാഗി കുറുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ മീനോ ഇറച്ചിയോ പച്ചക്കറിയൊക്കെ ഉപയോഗിച്ച് അവരങ്ങനെ അത് കഴിക്കാറുണ്ട്. അവരുടെ ഒരു ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മുദ്ദ എന്ന് പറയുന്ന ഈ റാഗി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഒരു വിശാലമായ കൃഷിയും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല വാഴ കൃഷി ചെയ്യുന്നുണ്ട്, ഇഞ്ചി കുറച്ച് ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്, നാളികേരം ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നുണ്ട്. കാരണം നാളികേരത്തിനൊക്കെ നല്ല വിലയാണെന്നുള്ളത് ഇവർക്കറിയാം. കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് നാളികേരത്തിനും. അതുകൊണ്ട് തന്നെ ധാരാളം നാളികേരങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അടയ്ക്ക കൃഷി ചെയ്യുന്നതായിട്ടും നമ്മൾ കണ്ടു കേട്ടോ. വരുന്ന വഴിയിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ അടയ്ക്ക മരങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെ വ്യാപകമായ കൃഷിയാണ് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ചുറ്റും നമുക്ക് കാണാൻ കഴിയുക. ഈ ഗ്രാമം അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗത്ത് ഫോറസ്റ്റാണ്. അവിടെ നിന്ന് വന്യമൃഗങ്ങളൊക്കെ വരാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ പല ഭാഗങ്ങളിലും ട്രെഞ്ചും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ലൈനുകളൊക്കെ മീൻസ് കമ്പികളൊക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ വരുന്ന വഴിയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വരുന്ന സമയത്തൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരത്തൊക്കെ അവരത് കൊടുത്തിട്ടുണ്ട്. കാരണം കൃഷിയെ നശിപ്പിക്കുമ്പോഴത്തേനും അവർക്ക് വലിയ നഷ്ടമാണല്ലോ വരിക. അപ്പോൾ എന്തായാലും ഒരു കാർഷിക ഗ്രാമമായിട്ടുള്ള ജയനഗറു എന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മളിനി തിരിച്ചു പോകുന്നതാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ തേടി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പല സ്ഥലത്തും പല കൃഷികളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിരുന്നു, വ്യത്യസ്തമായ ഒരുപാട് കൃഷികൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഈ മഞ്ഞളിൻ്റെ ഒരു വ്യാപകമായിട്ടുള്ള കൃഷി ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇനി കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേനും മറ്റ് കൃഷികളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളി പച്ചമഞ്ഞൾ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ സാധാരണ ആയുർവേദ കടയിലൊക്കെ പോയിട്ടാണ് പച്ചമഞ്ഞളൊക്കെ വാങ്ങിക്കുന്നത്. വീട്ടിലൊക്കെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെന്നല്ല, നമ്മുടെ വീട്ടിലില്ല. എന്തായാലും ഞാനൊക്കെ ആയുർവേദ കടയിൽ പോയിട്ടാണ് പച്ചമഞ്ഞളൊക്കെ വാങ്ങിക്കുന്നത്. കണ്ടപ്പോൾ വലിയൊരു സന്തോഷം. ഇങ്ങനത്തെ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റുള്ളൂ. ಹೆಸರೇನು? വിവേക്. ಎಷ್ಟು ക്ലാസ്സു? 5. ഓക്കെ. അങ്ങനെ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. നടക്കുന്ന കൂട്ടത്തിൽ ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടത് ഇവിടെ കണ്ടോ, ഒരു വലിയ ബിൽഡിങ്. മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നമ്മുടെ കർണാടക യാത്രയിൽ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ബിൽഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുകയില ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ വ്യാപകമായിട്ട് പുകയില കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഒരു സീസണിൽ മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണക്കുന്ന സമയമാണ്. പുകയില കൃഷി ചെയ്ത് അത് വിളവെടുത്ത്
അത് ഉണക്കി അത് കെട്ടി ചാക്കിലാക്കി അല്ലെങ്കിൽ ബണ്ടിലാക്കിയിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന ബിൽഡിങ് പുകയില ഉണക്കാനായിട്ടുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും, എന്താണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല. ഇവിടെയൊക്കെ ഡ്രസ്സൊക്കെ കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു വീടാണോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിച്ചേക്കാം. പക്ഷേ അങ്ങനെയല്ല, ഇത് പുകയില ഉണക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ ചൂടുകട്ട നിർമ്മിക്കുന്നതൊക്കെ അത് ചൂളയിൽ വെച്ച് ഉണക്കിയാണ് അത് എടുത്തിട്ട് നമ്മൾ പിന്നീട് വീടുകളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ അതിന് സമാനമായ രീതിയിൽ തന്നെ ഇതും പുകയില ഉണക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചൂള അല്ലെങ്കിൽ എന്താ പറയുക, പുകയില ഉണക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത്. ಅಮ್ಮ 2 ಕಾಫಿ. ಹಾಂ ಕಾಫಿ ಇದೆ. ಹಾಂ ಕಾಫಿ ಉಂಟು. തോക്ക് ഈശ്വര അറിയുന്നേ. ഓടാ ഓടുന്നില്ലല്ലോ ഇവിടെ. ഇവിടെ നോക്ക്. ഓ കന്നഡ പറഞ്ഞല്ലോ അല്ലേ. ഓ കുരങ്ങൻ പേടിക്കുന്നില്ല, നമ്മൾ പേടിക്കുന്നല്ലാതെ. ഇത് കൊള്ളാനുള്ള സാധനം. ഇത് സൗണ്ട് വരും ഇതിനകത്തുനിന്ന്. ഇതിപ്പോൾ എങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാം? സൗണ്ട് ആയത് അമ്മ അകത്തെ ഓ ലോക്ക് ഓട്ടത്തെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെ ലോക്ക് പോയെന്ന്, അല്ലെങ്കിൽ സൗണ്ട് വരുമായിരുന്നു. പൊട്ടിക്കാൻ പറ്റുന്ന സാധനം ഒന്നും കേട്ടോ. ഇത് കൊള്ളാം. കണ്ടാലും ഒന്ന് പേടിക്കും. ഓ പെല്ലറ്റ് അല്ലേ? ഓക്കെ അമ്മ പറയുന്നത് ഇത് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പെല്ലറ്റ് വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ കൊള്ളിക്കൊന്നുമില്ല അവർ. ഈ പറഞ്ഞ പോലെ പേടിപ്പിക്കുക. ചുമ്മാ ഒച്ച കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൃഗങ്ങൾ ഓടുമല്ലോ. അപ്പം അങ്ങനെ എന്തായാലും കൊള്ളാം. വന്നപ്പോഴേ റഹിമയെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു. ഞാനോർത്ത് 2 കാപ്പി പറഞ്ഞപ്പോഴും തോക്കെടുത്തിട്ട് എത്ര കാപ്പി വേണമെന്നാണ് ചോദിക്കുന്നതെന്ന്. അയ്യോ എന്തായാലും കൊള്ളാം, അടിപൊളി അല്ലേ. അമ്മച്ചി പറയുന്നുണ്ട് പക്കത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിക്കുന്നത്. അവൻ എന്നെ വന്ന് കടിച്ചിട്ട് പോകുന്നത് എൻ്റെ പേടി. അങ്ങനെ കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഓ സംഭവം സെറ്റ്. കുറച്ച് വെയിലുണ്ട്, എന്നാലും സാരമില്ല. വെയിലും മഴയും ഒക്കെ കൊണ്ടുവേണം നമ്മുടെ യാത്രകൾ. എങ്കിലേ യാത്രയ്ക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. എല്ലാം നമ്മൾ അനുഭവിക്കണമല്ലോ. കാറിൽ പോയാൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ നല്ല പൊടി അടിക്കണം, ചൂടടിക്കണം, ഇനി തണുപ്പാണെങ്കിൽ തണുപ്പടിക്കണം. നമ്മുടെ കയ്യിൽ ജാക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, എത്രയോ ആൾക്കാർ പല ദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. വെയിലൊക്കെ കൊണ്ട് മുന്നോട്ടുള്ള യാത്ര നമ്മൾ തുടരുന്നതായിരിക്കും. ഇനി കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് 1-2 കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുഗു ഡാമിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ തൊട്ട് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡാം കാണാം. വളരെ ചെറിയൊരു ഡാമാണ് കേട്ടോ. 2 ഷട്ടറേ ഉള്ളൂ. റഹീം വന്നപ്പോൾ ചോദിച്ചു എന്താ 2 ഷട്ടർ? ഞാൻ പറയത് 3 പണിയാനായിട്ട് സമയം കിട്ടില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പണിതിട്ട് അവർ ഓപ്പൺ ചെയ്യുക ചെയ്തത്. ഞാൻ പറയത് തമാശയ്ക്കാണ്. കാരണം ഇതൊരു ചെറിയ ഡാമാണ്. ഈ ഒരു ഡാം പ്രധാനമായിട്ടും ജലസേചനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധിക ഷട്ടറിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ഇതൊരു കാർഷിക ഗ്രാമമാണല്ലോ. അപ്പോൾ ഇതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ജലം എത്തിക്കുന്നത് ഈ ഒരു ഡാമിൻ്റെ റിസർവെയറിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴിയൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയാണ്. നല്ല ടാർ ചെയ്ത് നല്ല ഭംഗിയായിട്ട്, ചെറിയ വഴിയാണ് പക്ഷേ നല്ല ടാർ ചെയ്ത് ഭംഗിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വന്നപ്പോഴേ തന്നെ കണ്ടില്ലേ, തോക്കെടുത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച് പേടിപ്പിച്ചു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ആദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന സമയത്ത് ഒരു കുരങ്ങന് ലോറിക്കകത്തേക്ക് കയറിയിട്ട് അതിനകത്തിരിക്കുന്ന സ്വീറ്റ്സ് എന്തൊക്കെയോ എടുത്ത് തന്നെ കഴിക്കുന്നുണ്ടത്. അപ്പോൾ ഞാൻ റഹീമിനോട് പറഞ്ഞു ഏതോ ഒരു കള്ളൻ അതിനകത്ത് കയറിയിട്ടുണ്ട് എന്ന് പറയരുത്. അങ്ങനെ അതെന്തൊക്കെയോ എടുത്ത് കഴിച്ചു. അങ്ങനെ അമ്മ നമ്മളങ്ങ് ചെന്നപ്പോഴത്തേന് പെട്ടെന്ന് ആ തോക്കെടുത്ത് കയ്യിലേക്ക് എന്നിട്ടൊന്ന് പേടിപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് ആ ലോറി എടുത്തിട്ട് പോയി. എങ്ങനെയാണെങ്കിലും കുരങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് ഞാൻ പേടിച്ചില്ല, അത് കുരങ്ങൻ പേടിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതിങ്ങനെ വാ പൊളിച്ചൊക്കെ കാണിച്ചു, വായിക്കോട്ടൊക്കെ വിട്ട് കാണിച്ചു. അതാണ് കുരങ്ങൻ്റെ കാര്യം പറഞ്ഞാൽ. എന്തായാലും അമ്മ തോക്കൊക്കെ വെച്ചാൽ ഇരിക്കുന്നത്. ഇതിലെ വരുന്നവരൊക്കെ സൂക്ഷിച്ചോ, ഒരു വെടിക്കുള്ള പെല്ലറ്റൊക്കെ അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട്.
തമാശ പറഞ്ഞ കേട്ടോ, വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ. ഇനി ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പൊട്ടിക്കാം. വരുന്ന വഴിയിൽ നമ്മൾ ഗ്രാമത്തിലൊക്കെ പോയില്ല, അപ്പോൾ അവർ പറയുന്നത് പുലിയും അതോടൊപ്പം തന്നെ കടുവയും കരടിയും എല്ലാ ആന ഉൾപ്പെടെ എല്ലാ വന്യമൃഗങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഗ്രാമത്തിലേക്ക് വരും. എല്ലായിടത്തും അവർ ഫെൻസിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും നമ്മൾ നുഗു ഡാമിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര മുന്നോട്ട് തുടരും ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക്. ഇനി പോകുന്ന വഴിയിലൊക്കെ ചെറിയ കാടുകളൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്നാലിപ്പോൾ ഉണങ്ങി വരണ്ട് കിടക്കുന്ന സമയമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കാടിന്. നമ്മൾ പച്ചപ്പൊക്കെ ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫീലായിരിക്കും. അതറിയാമല്ലോ, നിങ്ങളൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇനി ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, കോഫി കുടിക്കട്ടെ, തണുത്തു പോകും അല്ലെങ്കിൽ. അങ്ങനെ എന്തായാലും നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നുഗു ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കാടിനുള്ളിലേക്കാണ് കേട്ടോ. ചെറിയൊരു വനമാണ് നുഗു ഫോറസ്റ്റ്, അല്ലെങ്കിൽ നുഗു വനം എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിച്ച് വന്ന നുഗു ഡാമും നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നുഗു ഫോറസ്റ്റും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ്. കർണാടകത്തിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിനോട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശം നല്ല മഴക്കാലത്ത് പച്ചപ്പും ശാന്തതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം കൊണ്ട് ശ്രദ്ധേയമാണ്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഡാമിൻ്റെ വെള്ളവും ചുറ്റുമുള്ള കാടുകളുടെ സാന്നിധ്യവും ഇതിലൂടെ സഞ്ചരിക്കുന്ന സന്ദർശകർക്ക് മനസ്സിന് ആശ്വാസവും പുതുമയും നൽകും. ധാരാളം പക്ഷികളുടെയും കാട്ടുമൃഗങ്ങളുടെയും സാന്നിധ്യം ആ ഒരു സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു കാട് പൂർണ്ണമായിട്ടും ഉണങ്ങിയ അവസ്ഥയാണ്. ഒരു മൃഗങ്ങളെ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഒരു ഭാഗത്ത് നുഗു ഡാമിൻ്റെ റിസർവെയർ കാണാം. അതിൻ്റെ ഒരു ഭാഗത്തുകൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ എന്തായാലും ഇന്ന് മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും ഉണങ്ങിയ ഒരവസ്ഥയിൽ ഈ ഒരു വെയിലത്തൊന്നും മൃഗങ്ങൾ എന്തായാലും കടന്നു പോകുന്ന വഴിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പറയാനുള്ളത്, ഇത് രാത്രി കാലങ്ങളിൽ ഇവിടെ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. രാത്രി കാലങ്ങളിൽ നമുക്ക് ഈ ഒരു വഴിയിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 6 മണിക്ക് മുന്നേക്ക് വന്ന് നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗേറ്റ് അടയ്ക്കുന്നതിന് മുന്നേ ഈ വഴിയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതാണ്. എന്തായാലും ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ കഴിയും. അതല്ല എങ്കിൽ ഭാഗ്യമില്ല എന്ന് വിചാരിച്ച് നമുക്ക് പോകാനേ സാധിക്കുള്ളൂ. ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ മഴക്കാലത്ത് വന്ന് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ ഏവരുടെയും മനസ്സ് ശാന്തമാക്കുന്നതായിരിക്കും. അതെന്തായാലും ഗ്യാരണ്ടിയാണ്. കാരണം വനപ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളൊക്കെ എപ്പോഴും മഴക്കാലത്ത് ചെയ്യാനാണ് ഒരു ഭംഗി. പച്ചപ്പും അല്ലെങ്കിൽ ഹരിതാപമൊക്കെ നിറഞ്ഞ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പം കണ്ണിന് മനസ്സിനൊക്കെ നമുക്ക് കുളിർമയേകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബന്ദിപ്പൂർ കാടുമായിട്ട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ധാരാളം മൃഗങ്ങൾ ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നുഗു ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. യാത്ര ചെയ്ത് കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറേ ആൾക്കാർ ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഈ ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് പുകയിലയാണ് ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും അവിടെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇവിടെ പണികൾ നടക്കുന്നു. കുറേ ചേച്ചിമാരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. അവരൊക്കെ ഇപ്പോൾ പണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുന്നേ നമ്മൾ ആദ്യം കാണേണ്ടത് ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ടൊരു കാളവണ്ടിയുണ്ട്. ആ കാളവണ്ടിയിലാണ് സാധനങ്ങൾ പുകയില തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവർ കൊണ്ടുവന്നിട്ട് ഇവിടെ ഡംപ് ചെയ്യും. ഡംപ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സ്റ്റിക്ക് കണ്ടോ, ഈ കാണുന്ന സ്റ്റിക്കിൽ കണ്ടോ, ഈ കാണുന്ന സ്റ്റിക്കിൽ ഇങ്ങനെ കെട്ടി തൂക്കി ഇങ്ങനെ ഇടും. നല്ല ഭംഗിയായിട്ട് കിട്ടും ഇതിനകത്ത്. അതിനുശേഷം അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ കെട്ടി ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പം ഉള്ളിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിലും കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഇതിനകത്തൂടെ കയറാം. അമ്മേ, ഓ എൻ്റെ അമ്മോ, സൂക്ഷിച്ച് ചെറിയുന്നത്, കുരുങ്ങിക്കാനേ പറ്റുള്ളൂ. ഇത്രയും തലയിടിക്കില്ല, എന്നാലും കുഴപ്പമില്ല. പൊങ്ങിയ ചിലപ്പോൾ ഇല്ല. നിങ്ങളുടെ ഓക്കെ, കറക്റ്റ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓക്കെ അല്ലേ? എനിക്ക് പൊക്കമുള്ളതുകൊണ്ട് ഇവിടെ ഇടിക്കും. അപ്പോൾ ഇതെല്ലാം പുകയിലാണ് തൂങ്ങിക്കിടക്കുന്നത് കേട്ടോ. കുറേ ലെയറുകളുണ്ട്, മുകളിലേക്ക് അടുക്കിയിരിക്കുകയാണ്. അത് നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ, സൈഡിൽ കൂടെയും സെൻറ്ററിൽ കൂടെ ഒക്കെ ഈ ഒരു പോക്കുഴൽ പോലെ ഒരു സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ പുറകിൽ പോയിട്ട് കാണിക്കാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇതിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ പുറകിലാണ് തീയിടുന്നത്. അപ്പോൾ തീയിട്ട് ഇവിടം വരെ വരും. തീയിട്ട് നല്ല ചൂടാവും. ഇതിപ്പോൾ മണ്ണ് കൊണ്ടാണ് ഇവർ അടച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം, ചൂള പോലെ തന്നെ. അപ്പോൾ അടച്ചിട്ട് ഈ കാണുന്ന ഈ കുഴലുകളുണ്ടല്ലോ, ഈ കുഴലിൽ നല്ല ഹീറ്റായിട്ട് കുറച്ച് കഴിയുമ്പോൾ ആവി വരാൻ തുടങ്ങും. ഈ ആവി മുകളിലേക്ക് പറന്ന് ചെന്ന്
ഇതിലേക്ക് തട്ടി 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 ഇതിങ്ങനെ ചൂടായിട്ട് അതങ്ങ് നല്ല ഡ്രൈ ആകും. പക്ഷേ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം ഞാനിതുണ്ടോ നിൽക്കുന്ന കുനിഞ്ഞാണ്. റഹീം അവിടെ ഇരിക്കുക, വേറെ മാർഗ്ഗമില്ല. പറഞ്ഞാലും ഞാൻ ഇരുന്നാൽ മതിയായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇതിനകത്ത് ഇപ്പോൾ തീയിട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും സുഖമായിട്ട്. ഇന്ന് രാത്രി ഇവർ ഇതിനകത്ത് തീയിടുമെന്ന് പറഞ്ഞേ. 4 മണിയാകുമ്പോഴത്തേനും 5 മണിയാകുമ്പോഴത്തേനും തീയിട്ട് കഴിഞ്ഞാൽ 4 ദിവസം ഇതിങ്ങനെ ഇരിക്കും. 4 ദിവസത്തോളം ഇതിങ്ങനെ ഉണക്കിയെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പുകയില ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗരറ്റുണ്ട്, പിന്നെ പാനിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കിങ് ലൈറ്റ്സിനൊക്കെ കൊണ്ടുപോകുന്നതാണ് അവർ പറഞ്ഞത്. ഉണങ്ങിയ കുറച്ച് ഇലകൾ പുറകിലുണ്ട്, അത് കാണിച്ചുകൊണ്ട് ഞാൻ പറയാം. നിലവിൽ നമ്മൾ ഇതിനകത്ത് കാണുന്നത് പച്ച പുകയിലകൾ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇനി നമുക്ക് പുറകോട്ട് നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ തീ ഇടുന്ന ഭാഗം ഇതാണ് കേട്ടോ. ഇവിടെ വിറകുണ്ട്, ഇതുപോലത്തെ വിറകുകൾ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് തീ ഇടുകയാണ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ. ഇനി ഉണങ്ങിയത് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പശു കിടന്ന് അമർന്നുണ്ട്, എന്തിനാണെന്നറിയത്തില്ല. റഹീമിനോടുള്ള ദേഷ്യമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 3-4 ടൈപ്പ് ക്വാളിറ്റി ഉണ്ട്, അദ്ദേഹം കാണിച്ചെന്നാണ് കേട്ടോ. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇത് അല്പം ഭംഗി കുറവാണ്. ഇത് നല്ല രീതിയിൽ കരിഞ്ഞിട്ടുണ്ട് അല്ലേ, ഇത് അതിനേക്കാളും കരിഞ്ഞിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും ഈ പാനിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ അറിയാലോ, നോർത്ത് ഈസ്റ്റിലൊക്കെ ആൾക്കാർ പാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്തേക്ക് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാണുന്നതാണ്. ഇനി ഇതെന്ന് പറയുമ്പോഴത്തേനും തേർഡ് ക്വാളിറ്റിയാണ്. സെക്കൻഡ് ക്വാളിറ്റി ഇതാണ്. സെക്കൻഡ് ക്വാളിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയ വീഡി അല്ലെങ്കിൽ ലോക്കൽ സിഗരറ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ ഭംഗിയുള്ളത്, ഈ കാണുന്നതുണ്ടല്ലോ, ഈ കുറച്ചുകൂടെ ഭംഗിയായിട്ടുള്ളത്, ഇത് ലൈറ്റ്സ്, കിങ്, അതിനൊക്കെ ആ ഒരു സിഗരറ്റിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ 4 ക്വാളിറ്റിയിലാണ് പുകയില വിപണിയിൽ ലഭിക്കുന്നത്, വിൽക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ അദ്ദേഹം കാണിച്ചു തന്നുകൊണ്ട് എനിക്കിത് പറഞ്ഞു തരാനായിട്ട് സാധിച്ചത്. ഇനി ഇവരിത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേസ്റ്റ് ആയതാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ ഈ ഒരു ഭാഗത്ത് ഇതുണ്ടോ കണ്ടോ വെച്ചിരിക്കുന്നത്. ഇത് കെട്ടിയിട്ടില്ല, കമ്പിലിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി കമ്പിൽ നിന്ന് ഓരോ നൂരി ഇതിൽ നിന്ന് ക്വാളിറ്റി ഉള്ളത് മാറ്റി വേർതിരിക്കും. എന്നിട്ടൊരു ബണ്ടിലാക്കിയിട്ട് അവർ അടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഇല നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഇത് അവർ പിന്നീട് അടുക്കുകയാണ് ചെയ്യുന്നത്. അധികം കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ശരിക്കും നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. പുകവലിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പുകവലിക്ക് കുറയ്ക്കുക, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടൊന്നും നിർത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കണം. പിന്നെ പരമാവധി പുകവലി കുറയ്ക്കുക, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അതെനിക്ക് ഈ ഒരു അവസരത്തിൽ ഇത് കാണിച്ചുകൊണ്ട് പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, ഇവിടെ കണ്ടോ ഒരു ചെറിയ ഒരു സംഭവം, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതുകൊണ്ട് 1, 2 പിന്നെ മുകളിലും ഉണ്ട്, ഈ ഭാഗത്തിൽ ആ സൈഡിലുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തീ ഇട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് കയറാനായിട്ട് എപ്പോഴും പറ്റില്ല. അപ്പോൾ ഇത് ഉണങ്ങിയല്ലോ എന്ന് നമുക്കറിയണമല്ലോ. ഇതിൻ്റെ ഒരു ഉണക്കൊക്കെ ഇവർക്ക് ഏകദേശം ഏത് സമയം കൊണ്ടാകുമെന്നൊക്കെ അവർക്കറിയാം. അതറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പുകയില ഉണക്കായിട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് അകത്ത് കയറിയിട്ട് എപ്പോഴും നോക്കേണ്ട കാര്യമില്ല. ഇതങ്ങ് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉണക്കൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഇത് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഈ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ വിജാഗിരി വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹമാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. എസ്രേനു പ്രശാന്ത്. ഓക്കെ, പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചോട്ടവല, ഇതും ബടവല ഉണ്ടോ? ഇത് ചെറുതാണെന്ന് അവർ പറയുന്നത്. छोटा वाला का 3 months का, छोटा वाला 3 months, 3 months का बड़ा वाला प्रॉफिट 5 to 6 lakhs आता है. ओ 5 to 6 लाख छोटा वाला 5 to 6 lakhs, 6 lakhs. बड़ा वाला 10 to 15 lakhs. ഓൺലി 3 months का. 3 months का. ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയ ഒരു പുകയില ഉണക്കുന്ന ഇടമാണ്. ഇതിനേക്കാൾ വലുതുണ്ടെന്ന് പറഞ്ഞു. 10 to 15, അതായത് 10 മുതൽ 15 ലക്ഷം വരെയാണ് 3 മാസം കൊണ്ട് അവർക്ക് ഇത് ഉണക്കി കഴിഞ്ഞ് കിട്ടുന്ന ഒരു തുക എന്ന് പറയുന്നത് മൊത്തം. അതായത് പ്ലാന്റ് നട്ട് ഇതുപോലെ ഉണക്കി മാർക്കറ്റിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു തുകയുടെ ആകെ മൊത്തം തുകയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ചെറുതാണെങ്കിൽ അദ്ദേഹത്തിന് മാക്സിമം 5 മുതൽ 3 to 5 അല്ലേ? 3 to 5 ചോട്ടാ. ഓക്കെ. I am also become student, but I love agriculture. ഓക്കെ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യം ഈ കൃഷിയോടാണ്. He also degree completed, but he loves agriculture. ഓക്കെ.
അപ്പം പ്രോഫിറ്റ് ഇருக்கு ப்ராஃபிட் இருக்கு ആ கவர்மெண்ட் ஜாப் കാലും നല്ല പ്രോഫിറ്റ് ഇருக்கு நல்ல ப்ராஃபிட் ഇവിടുത്തെ ഗവൺമെൻറ് ജോലിയേക്കാളും നല്ല പ്രോഫിറ്റാണ് ഇത് ഉണക്കി കൊടുത്താണെന്ന് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഇനി കുറച്ച് പാടുപെടും ഇതിനകത്ത് കിടക്കണമെങ്കിൽ. കറണ്ടില്ല എന്തായാലും, അതുകൊണ്ട് കുഴപ്പമില്ല. മെലിഞ്ഞതായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സെറ്റാണ്. റഹീമേ, കുറച്ച് ബുദ്ധിമുട്ട് പോലെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ. നിങ്ങളും ഈസിയായിട്ട് കിടന്നു. അങ്ങനെ മറ്റൊരു കൃഷിസ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല മുളകിൻ്റെ കൃഷിപ്പാടം. ഇതിപ്പോൾ നല്ല എന്താ പേടിച്ചു പോയി. കൊക്കായിരുന്നു, കൊക്ക്. ഞാനോർത്ത് എന്തോ എന്നെ ചാടി വന്ന് അറ്റാക്ക് ചെയ്യായിരിക്കുന്നു. അപ്പം നല്ല മുളകാണ് കേട്ടോ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ചുമന്ന് തുടുത്ത് കിടക്കുക. ഇനി ഇതിപ്പോൾ ഉണക്കമുളകാക്കാനേ പറ്റുള്ളായിരിക്കും. വറ്റൽ മുളകൊക്കെ ഉണ്ടല്ലോ, അതിന് പറ്റിയ മുളകാന്ന് തോന്നുന്നു. ഈ സൈഡിൽ കൂടെ പോവാം. അല്ല, കൃഷി സ്ഥലത്തൂടെ ചവിട്ടി പോകുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് ഓരം പറ്റിപ്പോവാം. ഇപ്പം ഇവിടെ എന്താ കൃഷി ചെയ്യുന്നത്? വ്യവസായം? അരീഷ്ണ, ಮೆಣಸಿ, ಈರುಳ್ಳಿ, ಈರುಳ್ಳಿ, ಮೊಳಗ, ആ ചില്ലി, ആ தக்காளி, ഓഹോ, ಆಮೇಲೆ ಬನಾನಾ, ബനാന, വള. ಬಾಳ. ഓക്കെ. ഇവിടെ ഒരു ഹൗസ് ഇല്ലേ മേലെ? എലിഫന്റ് വരുവാ? ആന ഇങ്ങനെ വരുവാ? ചിരത്തെ വരുവാ? ടൈഗർ വരും. ഷോ, ആ അവിടെ കാടായോണ്ടാ അക്കടെ? ആ ഹാ. ഓ, ഇവിടെ വന്നിട്ട് നിങ്ങൾ പാത്താ? ചിരത്തെ പാത്താ? ಹಂದಿ ಎಲ್ಲ ಉಂಟು. ಓ, ಕರಡಿ വരുവാ? ಎಲ್ಲ ಟೈಗರ್. ಇದು ಬಂಡೀಪುರ ಫಾರೆಸ್ಟ್. ഓ, അത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണ്. ಬಂಡೀಪುರ ಫಾರೆಸ್ಟ್ ಅಟ್ಯಾಚ್. അറ്റാച്ച്. ഓ, അത് ബന്ദിപ്പൂർ ടച്ച് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ നിന്നാണ് ഇത് പ്രാണി വരുന്നത്? ಪ್ರಾಣಿ ಜಿಂಕೆ ആ. ಫಸಲೆಲ್ಲ ನಾಶ ಮಾಡುತ್ತೆ. 1000 ಒಂದು ಪಾಲ್ಗೆ 100 150 ಬರುತ್ತೆ. ഓഹോ. ಎಲ್ಲ ಫಸಲ್ ನಾಶ ಮಾಡುತ್ತೆ. ನೈಟ್ ಹೋಗಿ ಅಲ್ಲೇ ಮನಿಕಬೇಕು. ഈ മുളകൊക്കെ എന്ത് ചെയ്യും? ഈ ചില്ലി ആന എന്ത് ചെയ്യും? ആന ಎಲ್ಲ ಬತ್ತ ಇದ್ನುವೆ. chili don't eating elephant, എലിഫന്റ്, deer ഡീർ കഴിക്കും. ആ, ജിങ്ക കഴിക്കും, സാപ്പിടും. சாப்பிடும். ഓ, ಎಲ್ಲ ಉಂಟು. നൈറ്റ് വരും. 6 o'clock ಎಲ್ಲ 7 o'clock ಎಲ್ಲ ಲಾಂಚ್ ಆಯ್ತು ಇಲ್ಲಿ ಕಾಡಿಂದ. ഓ, ಫಾರೆಸ್ಟ್ ಇಂದ ആന വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ಆನ ಬಂದ್ರೆ പടക്കം പൊട്ടിക്കുക? ಪಟಾಕಿ പടക്കി. ಹಚ್ತೀವಿ. ആ ഹാ. ಆ ಫಾರೆಸ್ಟ್ ಫೋನ್ ಮಾಡ್ತೀವಿ. ಅವ್ರು ಬರಗಂಟ ನಾವೇ ತಗೊಂಡು ಹೋಗಿ ಇಡ್ತೀವಿ. ಬ್ಯಾಟ್ರಿ ಟಾರ್ಚ್ ಇಟ್ಕೊಂಡು ಆ ತರ. അപ്പൊ ഇവിടെ ഏറുമാടത്തില് കിടക്കും. ഇവിടെ ಮನಿಗಾಗಿಲ್ಲ ನಾವು ನೈಟು 3 ಸೀಟ್ 4 ಸೀಟ್ ಬರ್ತೀವಿ. ಒಬ್ಬ ಕೆಳಗಡೆ ಕೂತ್ಕೊತೀವಿ, ಇಬ್ರು ಮೇಲೆ ಮನಿಕತ್ತಾರೆ. ಅದು ಬಂದ ತಕ್ಷಣ ಇಳಿದು ಪಟಾಕಿ ಹೊಡೆದು ತಗೋ ಫಾರೆಸ್ಟ್ ಕಟ್ಬಿಟ್ಟು ಬರ್ಬೇಕು. ಎಲ್ಲ ಇಲ್ಲ ಅಂದ್ರೆ ಎಲ್ಲ ಬಾಳಾಗಿಲ್ಲ ಎಲ್ಲ ನಾಶ ಮಾಡ್ತವೆ. ಲಾಸ್ ನಮ್ಗ. ഓ, അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഇപ്പം കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മുളക്. ഞാൻ പറഞ്ഞില്ല, മുളകുണ്ട്. പിന്നെ ആ ഭാഗത്തൊക്കെ ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വാഴ, മറ്റ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാട് അടുത്തുള്ളത് കൊണ്ട് ആനയും മാനും പുലിയും കരടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ പുലിയും കരടിയൊക്കെ ഡെയിലിയൊന്നും വരുന്നില്ലായിരിക്കും. ആനയും പന്നിയും മാനാണ് ഏറ്റവും ശല്യം എന്ന് പറഞ്ഞത്. മാന് വന്നിട്ട് ഇതെല്ലാം പറിക്കുന്നു. ഇതെല്ലാം പറിച്ച് ഈ മുളകൊക്കെ എങ്ങനെ മാന് കഴിക്കും എനിക്കറിയത്തില്ല എന്തായാലും. പിന്നെ ആ ഉള്ളിയൊക്കെ പറിച്ച് കഴിക്കും. എങ്ങനെയാണത് കഴിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും നല്ല എരിവുള്ള സാധനമല്ലേ ഈ മൃഗങ്ങൾ ഇത് കഴിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും അത് വരുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഏറുമാടമൊക്കെ അവർ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറുമാടത്തിൽ അവർ രാത്രി ഒരാൾ തമ്പടിക്കും. തമ്പടിച്ചിട്ട് ആനയോ മറ്റ് മൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിച്ചതിനെ ഓടിച്ച് കാട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ഇവിടെ മറ്റ് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് കൂടാതെ തെങ്ങുണ്ട്. ഈ തെങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് തെങ്ങ്, ചക്ക. അറിയാമല്ലോ, തെങ്ങ് ഈ ആന വന്ന് മറിച്ചതിന് ശേഷം നാളികേരം മുഴുവൻ അത് കഴിക്കും. അപ്പോൾ ഇവർക്ക് ഫോറസ്റ്റുകാർ കൊടുക്കുന്ന ആകെ 300 രൂപയാണ്. ഒരു നാളികേരം വളർന്ന് അത് വലുതായി അതിൽ നിന്ന് കായ്ഫലം കിട്ടുമ്പോഴത്തേനും നല്ല ഒരു വരുമാനം കിട്ടേണ്ടതാണ്. പക്ഷേ അതിന് മുന്നേ ആന വന്നിട്ട് സമയമാകുമ്പോഴത്തേനും അത് തെങ്ങ് മറിച്ചിട്ട് തേങ്ങ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന 300 രൂപ അവർക്ക് കിട്ടും. അതാണ് അവരുടെ വേതനം എന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് നട്ട് വളർത്തി അത്രയും വലുതാക്കി കഴിഞ്ഞ് കിട്ടുന്ന ഒരു വേതനം അതാണ്. സർക്കാർ പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, ഇത്രയും വലിയ വിശാലമായ ഭൂമിയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുളകും ഉള്ളിയൊക്കെ എങ്ങനെയാണ് മാന് കഴിക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനത്രയ്ക്ക് ഇഷ്ടമാണോ ഈ മുളകും ഉള്ളിയൊക്കെ? പിന്നെ ഇത് വ്യാപകമായിട്ട് പുകയില കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. പുകയിലയൊന്നും മൃഗങ്ങളൊന്നും ചെയ്യില്ല. അതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം അത് കഴിക്കാത്തത്. എന്തായാലും അത് മാത്രം അത്യാവശ്യം കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതലും പുകയില കൃഷി ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതായത് വന്യമൃഗങ്ങളൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കൃഷി എന്ന് പറയുന്നത് പുകയിലയാണ്. അപ്പോൾ പുകയില കൃഷി ചെയ്ത് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. ഈ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നിസ്സാര പൈസ കിട്ടുള്ളൂ. മൃഗങ്ങൾ ആക്രമിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഏർമാടും കെട്ടി ഇവിടെ ഒരാൾ കാവലിരിക്കുന്നതുകൊണ്ടാണ് അത്യാവശ്യമെങ്കിലും ഇവിടെ കൃഷി ചെയ്ത് അവർ പോകുന്നത്. ഈ ഒരു കൃഷി സ്ഥലത്ത് ഇവിടെ ഒരു ഭാഗത്ത് മഞ്ഞൾ കൂട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒരു ടിൻ ഷീറ്റ് കൊണ്ട് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഒരു
പാത്രം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടിൻ ഷീറ്റാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് അവിടെ നിന്ന് ഒരു ജാറിൽ നിന്ന് കുടത്തിൽ വെള്ളം കോരി ഒഴിക്കുകയാണ്. കണ്ടോ, ഈ ജാറിലേക്ക് കുടത്തിൽ വെള്ളം കോരി ഒഴിക്കുകയാണ്. 2 ജാറിലേക്ക് അവർ ഒഴിക്കുന്നുണ്ട്. അടിയിൽ തീ കൂട്ടിയിട്ടുണ്ട്. ഇത് മണ്ണുകൊണ്ടാണ് ഈ ഒരു സൈഡൊക്കെ അവർ കെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. താഴെ ഈ കാണുന്ന ഓല, മടൽ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് താഴെ തീ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ രീതിയിൽ ഇത് തിളച്ച് വരും. ഇപ്പോൾ ഇവരിനി ചെയ്യുന്നത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഇതുണ്ടോ, ഈ കാണുന്ന മഞ്ഞൾ ചാക്കിൽ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് ഈ ബോക്സിലേക്ക് അവർ ഇടാൻ പോവുകയാണ്. കണ്ടോ, ആ ബോക്സിലേക്ക് അവരിടും. അപ്പോൾ ഇനി കുറച്ച് നേരം ഇങ്ങനെ ആ തീയിലിങ്ങനെ ഇരുന്ന് എന്താ പറയുക, ഒരു ആവി വരുന്ന ഒരു സമയം, ആവി കയറുന്നൊരു സമയം ഈ 2 ബോക്സും അവിടെ വെച്ചിരിക്കും. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പുഴുങ്ങി ആവി കയറ്റി എടുത്തിട്ടാണ് ഇത് ഉണക്കാനായിട്ട് അവർ കൊണ്ടുപോകുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇത് അത്യാവശ്യം നല്ല കിലോ ഉണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിക്കും ഇങ്ങോട്ട് ഒരു ഭാഗത്തേക്ക്. കണ്ടോ, അവരെ മറിച്ചിട്ടു, വെള്ളവും ഇതും കൂടെ അങ്ങ് മറിച്ചിട്ടു. ഇത് വെള്ളമായതുകൊണ്ട് മണ്ണിലേക്ക് അങ്ങ് ലയിച്ച് പൊക്കോളും. അങ്ങനെ എന്തായാലും മഞ്ഞൾ ചെറിയ രീതിയിൽ വാട്ടി ഉണക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ഭാഗം. കാരണം നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞു, ഒരു വശത്ത് വനമാണ്, നുഗു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇത് ബന്ദിപ്പൂര് കാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല വന്യജീവികളും ഈ കൃഷിയിടങ്ങളിലേക്ക് വരികയും കൃഷിക്ക് നാശം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ജീവിതമാണ് ഇവിടെ. കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഉപജീവനത്തിനുള്ള വക കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും അവരുടെ പരിഭവങ്ങളും പരാതികളൊക്കെ കേട്ട് നമ്മൾ നമ്മുടെ യാത്ര നുഗു ഫോറസ്റ്റിലൂടെ തുടരുകയാണ്. ഇനിയിപ്പോൾ അധികം ദൂരമില്ല ഗുണ്ടൽപേട്ടിലേക്ക്. എന്തായാലും നമ്മൾ യാത്ര ആരംഭിച്ചതിന് ശേഷം നാടും കാടും കൃഷിയിടങ്ങളൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലത്തു കൂടിയാണ് നമ്മൾ കടന്നു വന്നത്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് മൈസൂർ റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ യാത്ര ആരംഭിച്ചത് ബീച്ചനഹള്ളിയിൽ നിന്നാണ്. ബീച്ചനഹള്ളി ഡാം അല്ലെങ്കിൽ കബനി ഡാം, അവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. എന്തായാലും അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് മൈസൂർ റൂട്ടിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്നു. ഇനി അധികം ദൂരമൊന്നുമില്ല, ഒരു 10 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് എത്തിച്ചേരും. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം. ഭക്ഷണം മുഖ്യം ബിഗിലേ എന്നാണ് നമ്മുടെ റഹീം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഹീമിന് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. കുറച്ച് ദിവസമായല്ലോ എൻ്റെ കൂടെ കൂടിയിട്ട്. അദ്ദേഹം കൂടിയപ്പോൾ മുതൽ ഉച്ചയ്ക്ക് പട്ടിണിയാണ്. ഇന്നെങ്കിലും കുറച്ച് നേരത്തെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തന്നെ സമയം 4:30 ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താ കിട്ടുക എന്നുള്ളത് അറിയത്തില്ല. ഊണ് എന്തായാലും കിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത യാത്ര ഗുണ്ടൽപേട്ടിൽ നിന്നായിരിക്കും. ഗുണ്ടൽപേട്ടിൽ നിന്ന് എങ്ങോട്ട് പോകും എന്നുള്ളത് തീരുമാനിച്ചില്ല. അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.